പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളെ ശ്രവിപ്പിൻ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ. യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാന് ചെന്ന് അറിയിപ്പൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്തു കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാലുലയുന്ന ഓടയോ? അല്ല, എന്തു കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതേ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നവരനെ, സ്തുതിക്കുന്നവരനെ, സ്തുതിക്കുന്ന നാഥനെ. സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചവൻ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എത്രയോ പേർക്ക് ലഭിക്കാതിരുന്ന മകൾ ഭാഗ്യം, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവത്തിന്റെ കൃപയാൽ അവിടെ നിങ്ങൾക്ക് തന്നുവല്ലോ കർത്താവാം ദൈവമേ. രാത്രിയാമങ്ങളിൽ ശാന്തമായി ഉറങ്ങുവാൻ ഞങ്ങൾ എല്ലാവരെയും കാത്തു പരിപാലിച്ച് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എത്രയോ പേർ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ശരീരത്തിൽ ഓരോ അവയവങ്ങളിലും നഷ്ടപ്പെട്ട് കർത്താവാം ദൈവമേ, ഓരോ അവയവങ്ങളിലുമുള്ള ചികിത്സകൾക്ക് വേണ്ടിയും ഓപ്പറേഷനുകൾക്ക് വിധേയരായും ഓപ്പറേഷനുകൾക്ക് തയ്യാറെടുക്കുന്നവരായും കർത്താവാം ദൈവമേ, ഡയാലിസിസ് ചെയ്യുന്നവരായും ഹൃദ്രോഗികളായും കരൾ സംബന്ധമാകുന്ന രോഗാവസ്ഥകളിലുള്ളവരായും മജ്ജകൾക്കുള്ള അസ്ഥി സംബന്ധമാവുന്ന രോഗാവസ്ഥകളിലുള്ളവരായും കർത്താവെ, ചെറുകുടലിന്റെയും വൻകുടലിന്റെയും മറ്റും ഭാരം, പ്രയാസം, വേദനകൾ, അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, ഉദര സംബന്ധമാകുന്ന രോഗാവസ്ഥകളിലായിരിക്കുന്നവർ, ഗർഭാശയ സംബന്ധമാകുന്ന അസ്വസ്ഥതയുള്ള നമ്മുടെ സഹോദരിമാർ, കർത്താവിന്റെ കൃപയാൽ എല്ലാവരെയും കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരുടെ മേലോടുത്ത അനുഗ്രഹം വർഷിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നവരനെ, ഇത്രത്തോളം ജയം തന്ന കൃപയ്ക്കായി നന്ദി അപ്പ. ബ്രെയിൻ ട്യൂമർ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, രക്താർബുദം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ടപ്പ, കൈകാൽ കഴപ്പ്, തരിപ്പ്, ഷോൾഡർ വേദന, ഇങ്ങനെ പലവിധമാവുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. സകല മക്കളുടെ മേലും എന്റെ അപ്പന്റെ അനുഗ്രഹം പകരുന്നവൻ കൃപകൾക്കായി സ്തോത്രം. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ക്രിസ്തുവേ, അവിടുന്ന് യോഹന്നാന്റെ ശിഷ്യഗണങ്ങളോട് വാഗ്ദത്തം ചെയ്ത അതേ അനുഗ്രഹം എല്ലാ മക്കളിൽ ഉണ്ടാകട്ടെ. ചെകിടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ അത്ഭുതങ്ങളും നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാ വ്യാധിസ്ഥർക്ക് വേണ്ടിയും യാചിക്കുന്നു കർത്താവേ. എല്ലാവരെയും സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം ഇപ്പോഴാവുന്നു, രക്ഷാ ദിവസം ഇപ്പോഴാവുന്നു, സുപ്രസാദ കാലം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല, യേശുവിന്റെ നാമമല്ലാതെ. അത് യേശുവിന്റെ നാമത്തിൽ സകല വ്യാധിസ്ഥരെയും സൗഖ്യമാക്കുന്ന വൻ കൃപകൾക്കായി നന്ദി കർത്താവേ. നന്ദിയപ്പ, നന്ദി, നന്ദി, നന്ദി.
നന്ദി. എന്റെ ദൈവമേ, പ്രഭാതയാമത്തിലെ എല്ലാ മക്കളും ഉണർന്നെഴുന്നേറ്റ് അങ്ങേ സ്തുതിക്കുവാൻ തക്കമുള്ള കൃപ കൊടുക്കണമേ. അപ്പൊ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ജോലിക്ക് വേണ്ടി പുറപ്പെടുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും, കൂലിപ്പണിക്കാരായ, കൃഷിപ്പണിക്കാരായ, വാഹനം ഓടിക്കുന്നവരായി, സർക്കാർ മേഖലകളിലും അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലകളിലും ആതുര ശുശ്രൂഷ രംഗങ്ങളിലും ആശുപത്രികളിലും ഇങ്ങനെ പലവിധമാവുന്ന രീതികളിൽ കൂടെ കർത്താവാൻ ദൈവത്തിന്റെ കൃപയാൽ ആരോഗ്യ മേഖലയിലും എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ അനുഗ്രഹം പകരണമേ കർത്താവേ. അങ്ങ് തന്നെ എല്ലാവരെയും സൗഖ്യമാക്കുന്നവൻ, കൃപകൾക്കായി സ്തോത്രം. എല്ലാവരെയും ആശീർവദിക്കുന്നവൻ, കൃപകൾക്കായി സ്തോത്രം. എന്റെ ദൈവമേ, ഓരോരുത്തരും സേവിച്ചു വരുന്ന ഔഷധക്കൂട്ടുകൾ അവിടുത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കണമേ. എന്റെ ദൈവത്തിന്റെ കൃപയാൽ വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കണമേ. പ്രഭാതത്തിൽ ജോലിക്ക് പുറപ്പെടുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം അപ്പാ. അവരുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ കർത്താവ്, മുൻപടയും പിൻപടയുമായി വഴി നടത്തിയ കർത്താവിന്റെ കൃപ എല്ലാ മക്കളിലും ഉണ്ടാകുവാനിടയാക്കണമേ. സകലവരുടെ മേലും ഇവിടുത്തെ അനുഗ്രഹം വർഷിപ്പിക്കണമേ. സകലവരെയും ആശീർവദിക്കണമേ. സകലവരെയും ആശ്വസിപ്പിക്കണമേ കർത്താവേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള വ്യാപാര ശക്തി എല്ലാ മക്കളുടെ മേലും ഉണ്ടാകുവാനിടയാക്കണമേ. അപ്പൊ തൊഴിലുറപ്പ് പണികളിൽ വ്യാപൃതരായിരിക്കുന്ന, വാർദ്ധക്യ സഹജമാവുന്ന അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, പലവിധമാവുന്ന ശാരീരിക വൈകല്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ അമ്മമാർക്കായും സഹോദരിമാർക്കായും സ്തോത്രം ചെയ്യുന്നു. അവരെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. അവരുടെ മേൽ അവിടുത്തെ അനുഗ്രഹം പകരുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ അവിടുത്തെ മക്കൾക്ക് കൊടുക്കണമേ. അവിടുത്തെ അനുഗ്രഹം. ഹല്ലേലൂയ. ദരിദ്ര ജനത്തെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരുകൾ ഞങ്ങൾക്ക് വരട്ടെ കർത്താവേ. ദരിദ്ര ജനത്തെ ചേർത്ത് പിടിക്കുന്ന കർത്താവേ, അവരുടെ പട്ടിണിയെ മാറ്റുന്ന, അവരുടെ രോഗാവസ്ഥകളിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഒരു ഭരണകർത്താക്കൾ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. എല്ലാവരുടെ മേലും ഇവിടുത്തെ അനുഗ്രഹം പകരണമേ, ചൊരിയണമേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അയക്കണമെന്ന് യാചിക്കുന്നു പിതാവേ. യേശുവിന്റെ നാമത്തിലുള്ള അനുഗ്രഹം, യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ, യേശുവിന്റെ നാമത്താലുള്ള ആശീർവാദം എല്ലാ മക്കൾക്കും ഉണ്ടാകും. ചുരുങ്ങിയ യാചന കേട്ടാൽ നന്ദി കർത്താവേ. കുറവുകളെയും കുറ്റങ്ങളെല്ലാം ഇവിടുന്ന് ക്ഷമിക്കും, മാനവും മഹത്വത്തോട് സ്വീകരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിന് വലിയ കാൽവരിയിൽ യാഗമായി തീർന്ന നസറായനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ യാചിക്കുമ്പോൾ ചുരുങ്ങിയ യാചന കൃപയോടെ കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്നു തരുമാറാണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളുടെ പരീക്ഷകളെടുത്താണ് സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും തിരുമേനിക്കുള്ളാവുന്നല്ലോ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.